नमस्कार, मैं हूं अंजना और आप देख रहे हैं मानव अधिकार सेना मीडिया से सबसे तेज, सबसे पहले सर्वाधिक खबरों वाला चैनल जो आपको निष्पक्ष सच्ची खबरें सबसे पहले मानव अधिकार सेना मीडिया से मिलती हैं। മാനവാധികാർ സേന മീഡിയയിലേക്ക് സ്വാഗതം. സ്വർഗീയ വിരുന്ന് പുതുവത്സര ശുശ്രൂഷയിൽ തങ്കു ബ്രദർ പ്രധാന സന്ദേശം നൽകി. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ പുതുവത്സര സംഗമമായ സ്വർഗീയ വിരുന്ന് പുതുവത്സര ശുശ്രൂഷയിൽ സഭയുടെ സ്ഥാപക പ്രസിഡന്റ് തങ്കു ബ്രദർ പ്രധാന സന്ദേശം നൽകി. സീനിയർ പാസ്റ്റർ തോമസ് കുട്ടി ബ്രദർ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിച്ചു. ഏതവസ്ഥയിലും പരാതിയില്ലാതെ തൃപ്തിയോടെ ജീവിക്കുന്നതാണ് യഥാർത്ഥ സമൃദ്ധിയെന്നും ദൈവീക സമയത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് വിശ്വാസികൾ ആത്മീയ സമൃദ്ധിയോടെ ജീവിക്കുവാനായി കുടുംബ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്നും തങ്കു ബ്രദർ സഭയ്ക്ക് ആഹ്വാനം കൊടുത്തു. 2026 60 വയസ്സ് തികയുമ്പോൾ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച ശേഷമുള്ള 30 വർഷം ജനലക്ഷങ്ങൾക്ക് ദൈവസ്നേഹം പകർന്നു കൊടുക്കാൻ കഴിഞ്ഞതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ലോകപ്രശസ്ത സുവിശേഷകൻ അന്തരിച്ച ബ്രദർ DGS ദിനകരന്റെ പത്നി സിസ്റ്റർ സ്റ്റെല്ല ദിനകരനെ ലൈഫ് ടൈം അവാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു. റെവറന്റ് ഡോക്ടർ പോൾ ദിനകരനും പത്നി സിസ്റ്റർ ഇവാഞ്ചലിനും ദൈവവചനം ശുശ്രൂഷിച്ചു. സ്വർഗീയ വിരുന്ന് ജീവകാരുണ്യ വിഭാഗമായ റീച്ച് വേൾഡ് വൈഡിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായ സൗജന്യ തയ്യൽ മെഷീൻ വിതരണത്തിന്റെ 2ാം ഘട്ട ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ VN വാസവൻ നിർവഹിച്ചു. ചെയർമാൻ ഡോക്ടർ റോനക് മാത്യു അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA റീച്ച് സുവനീർ പ്രകാശനം ചെയ്തു. 25 വർഷത്തെ സ്തുത്യർഹമായ ജനസേവന പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് മുനിസിപ്പൽ ചെയർമാൻ MP സന്തോഷ് കുമാറിനെ ആദരിച്ചു. സീനിയർ പാസ്റ്റർമാരായ ഡോക്ടർ തോമസ് എബ്രഹാം, ബ്രദർ ബെന്നി കുര്യൻ, മുൻ കൌൺസിലർ ശ്രീ ജിബി ജോൺ എന്നിവർ പങ്കെടുത്തു. കലാകായിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കായുള്ള അക്കാഡമിക് അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. വിശ്വാസി സമൂഹം ഓടിയെടുക്കുന്ന ആവേശകരമായ അന്തരീക്ഷം കാണുകയാണ്. അത് അത്ഭുതകരമാണ്, അഭിമാനകരമാണ്, ആവേശകരമാണ് എന്നെടുത്ത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഇന്നിപ്പോൾ TV യിൽ വന്നുകൊണ്ടിരിക്കുന്നൊരു വാർത്ത, ജമ്മു കാശ്മീരിൽ വെച്ച് ഒരു പാസ്റ്ററെയും സഹധർമ്മിണിയും കയ്യാമം വെച്ച് കൽത്തുറങ്ങൾ അടച്ചിരിക്കുന്നു. അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഉത്തരപൂർവ്വ ഭാരതത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കണം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യക്കാർ, ആ ഭാരതം എങ്ങനെയായിരിക്കണം? സ്വാതന്ത്ര്യാനന്തര ഭാരതം ഒരു ജനാധിപത്യ സ്ഥിതി സമത്വ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ഭരണകൂടമായിരിക്കണം, അത് മതനിരപേക്ഷമായിരിക്കണമെന്നാണ്. അപ്പം മതേതര ജനാധിപത്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും നമ്മുടെ രാജ്യത്ത് സ്ഥിതി സമത്വവും സോഷ്യലിസവും ജനാധിപത്യവും എല്ലാം മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടം നിലനിൽക്കണമെന്ന് മഹാനായ അംബേദ്കർ ഉൾപ്പെടെ ചേർന്ന് अगर आपको हमारी खबर पसंद आई हो तो चैनल को फॉलो करें और लाइक करें, सब्सक्राइब करें। ऐसे ही लेटेस्ट खबर पाने के लिए हमारे चैनल का बेल आइकन दबाना ना भूलें। अगर आप हमें फेसबुक, ट्विटर, इंस्टा के माध्यम से देख रहे हैं तो फॉलो, कमेंट करना ना भूलें। धन्यवाद।